എന്റെ കൊച്ചുമോൻ മലബാറും പിടിച്ചടക്കി. അവരിനി മഹാരാജാവല്ല, ചക്രവർത്തിയാ, ചക്രവർത്തി. അമ്മേ, ഒരു സന്തോഷ വർത്താനുണ്ട്. അമ്മയുടെ അച്ഛന് ഭ്രാന്തായിട്ടാ. ഊളമറൽ നമ്പർ എടുത്താ. കുതിരയോടെ മുത്തശ്ശ എവിടെ? കൊടിമരവും പടയാളികളും കുതിരകളും. കുതിരയെ തൊഴുത്തിലൊരു എരുമ നിപ്പുണ്ട്, വിളിക്കട്ടെ? മലബാർ ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നം സ്വപ്നം, വെളുപ്പിന് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന. എന്തായാലും നീ ഇന്ന് കോളേജ് ഇലക്ഷൻ ജയിക്കും. സത്യം. അത് പല്ലിയല്ല, ഫോണാ. ഹലോ. അച്ഛാ. ഗുഡ് മോർണിംഗ് മോളെ. അവ എണീറ്റോടി? എണീറ്റു. ഞാൻ കൊടുക്കാം. ഉണ്ണീട്ടാ, ഡൽഹിന്ന് അച്ഛൻ. അച്ഛൻ ഈ നമ്പർ നിലവില്ല എന്ന് പറ. ചുമ്മാ മുത്തശ്ശ, ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ബെഡിലല്ലാട്ടോ. എന്നും പാമ്പും വേതാളോ ഷാക്കിയിലെയോ ഒക്കെയാ. ഇന്നാ നല്ലൊരു സ്വപ്നം കണ്ടത്. ഹലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു അച്ഛാ. മോനെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പണം അയച്ചിട്ടുണ്ട്. ഓ, പിന്നെയും താങ്ക് യു അച്ഛാ. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ നന്നായിട്ട് പഠിക്കണ്ട അച്ഛാ. ഉഴപ്പൊന്നും അല്ലേ? ഉഴപ്പോ എന്ന് പറഞ്ഞ എന്താ അച്ഛാ? ഓക്കെ അച്ഛാ. അല്ല അച്ഛാ. മോനിവിടെ നന്നായിട്ട് പഠിക്കാന്ന ഡൽഹിയിലിരിക്കുന്ന അച്ഛന്റെ വിചാരം. അവൻ ഇവിടെ മുത്തച്ഛന്റെ കൂട്ടും കൂടി ജീവിതം പാഴാക്കാന്ന് അറിഞ്ഞ. എന്റെ കൂടെ കൂടിയാ ജീവിതം പാഴാകില്ലടി, നന്നാവേ ഉള്ളൂ. ഇവന്റെ എല്ലാ ഉയർച്ചയുടെ ഉറവിടം ഞാനാണെന്ന് ഒരിക്കൽ നീയൊക്കെ പറയും. അതുവരെ മുത്തച്ഛൻ ജീവിച്ചിരിക്കുവോ? അറം പറ്റുന്ന വാക്കൊന്നും പറയാടി. മോനെ, വേഗം കുളിച്ച് ശുദ്ധിയാകൂ, നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. നിനക്ക് ഒരുപാട് ദൃഷ്ടിദോഷമുള്ളതാ, അതിനനുസരിച്ച് നേർച്ചകളും എനിക്കുണ്ട്. മുത്തശ്ശ, നേർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാ, കഴിഞ്ഞ തവണ പരീക്ഷ ജയിക്കാനായിട്ട് ഞാൻ മുത്തശ്ശനെ കൊണ്ട് 11 പ്രാവശ്യം ശയന പ്രതിഷ്ഠം ചെയ്യിക്കാൻ നേർന്നിരുന്നു ദേവീക്ഷേത്രത്തിൽ. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. അവന്റെ ഓരോ വഴിപാടുകൾ ഇനി മുതൽ ഞാൻ നേരും, നീ നടത്തും. ദൈവമേ, ബ്രേക്ക് കാണാനില്ല. ചവിട്ടിപ്പറിച്ചെടുക്കരുത്, ഞാനിതൊന്ന് കൊണ്ട് നടന്നോട്ടെ. മുത്തശ്ശൻ പോയി വഴിപാടിന് ചീട്ടെടുത്തിട്ടോ, ഞാൻ ഇവനെ തളച്ചിട്ട് വരാം. കാറിനെ ഞാൻ വിചാരിച്ചു ആനയാണെന്ന്. ഭഗവാനെ, എന്റെ അമ്മോ, ഒടുക്കത്തെ ക്യൂ. രാജാവിന് എന്ത് ക്യൂ? വഴിയൊരുക്കടാ. മുൻപന്തിയിൽ. ഉത്തരവ്. രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കൂ. ക്യൂവിൽ നിൽക്കാൻ എന്റെ പട്ടി നിൽക്കും. എന്നോട് പറയരുത്, ക്യൂ എനിക്ക് അലർജിയാണ്, തലയുറ്റി വീഴും. കഷ്ടോ. മാറി നിൽക്കടാ സഹോദര. നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ നിൽക്കാൻ? സഹോദരി, ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു. മോളെ മുത്തച്ഛനെ ഒന്ന് സഹായിക്കണം. കുറച്ച് വഴിപാടുകളുണ്ട്, ക്യൂയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ. ഒരു ഭാഗ്യസൂക്തം, ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു പിൻവിളക്ക്, ഒരു മുൻവിളക്ക് മതി. നാളെ പൂരിട്ടാതി, പേരുണ്ണി വേണ്ട, സൂര്യനാരായണ വർമ്മ എന്ന് തന്നെ ആയിക്കോട്ടെ. ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, പേരുണ്ണി. അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാൽ മതി. ആളുടെ നാളേതാ? നാളെ പോരിട്ടാതി. ഒന്ന് വിട്ടുപോയി, ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. എന്താ? ഒന്നുമില്ല. വഴിമാറ്. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടൂന്ന്? പറയട്ടെ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളം പാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു.
മര്യാദക്ക് കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട, വിടില്ല ഞാൻ. ദോ. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണില്ല. വേഗം പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ഐ ലവ് യു എന്ന് വേഗം പറ. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് പൊന്നെ. നിർത്തണോ? തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? എന്താ കുട്ടി? ഇയാള് കൊറേ നേരമായിട്ട് എന്നെ എന്താടോ? ഒന്നുമില്ല, ഞാൻ കുട്ടിയോട് സമയം ചോദിക്കായിരുന്നു. തന്റെ വാച്ചുണ്ടല്ലോ. പറഞ്ഞോലെ എന്റെ വാച്ചുണ്ടല്ലോ. എന്ത്? അല്ല, എന്നെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കായിരുന്നു. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല, ഞാൻ തേങ്ങ ഉടയ്ക്കും. ഒന്ന് പോടൂ. എന്ത് പോടർക്കാ? നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്കുക. എടാ ശംഖു, അതെ മുത്തശ്ശ. എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാം അവക്കറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യം പറയുന്നേ? ഒരു സുന്ദരി മുത്തശ്ശ, ദാ വരണ കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ അറിയില്ല? ഇല്ല. കുറച്ചു നേരം കൂടി കഴിയരുതെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ. അയ്യോ. ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കുക. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി.